Hi friends, welcome back to our channel CSCB Chatters. നമ്മുടെ ഇന്നത്തെ വീഡിയോ ജനറൽ കോർപ്പറേഷനിലെ പാർട്ട് 2 വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ കാണാത്തവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തിടാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ ടോപ്പിക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കൂടിയുണ്ട്. നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ വന്ന കമന്റിനുള്ള ക്ലാരിഫിക്കേഷൻ ആണ് അത്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ഭാഗത്ത് നിന്നാണ് ആ ക്ലാരിഫിക്കേഷൻ. നമ്മൾ പറഞ്ഞത് 1937 പ്രിൻസിപ്പിൾ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ ഓഫ് ICA എന്നും അറിയപ്പെടുമെന്നായിരുന്നു. പക്ഷേ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ, 1937 പ്രിൻസിപ്പിൾ ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ ഓഫ് ICA എന്നും 1966 പ്രിൻസിപ്പിൾ സെക്കൻഡ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ ഓഫ് ICA എന്നുമാണ് അറിയപ്പെടുന്നത്. എന്നാലും പൊതുവായി റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ ഓഫ് ICA ഏതാണ് എന്ന് ചോദിച്ചാൽ 1966 പ്രിൻസിപ്പിൾ ആയിരിക്കും പറയുക. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. 1937 പ്രിൻസിപ്പിൾ ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ ഓഫ് ICA, 1966 പ്രിൻസിപ്പിൾ സെക്കൻഡ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ ഓഫ് ICA. പൊതുവായി നമ്മൾ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അത് 1966 പ്രിൻസിപ്പിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പറയാതെ പോയൊരു കാര്യമാണ് 1995 പ്രിൻസിപ്പിൾ. അതായത് നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ റീഡിഫൈൻഡ് പ്രിൻസിപ്പിൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ അഥവാ ഞങ്ങൾ നൽകിയ ഈ ക്ലാരിഫിക്കേഷൻ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കോപ്പറേറ്റീവ് വാല്യൂസ്, കോപ്പറേറ്റീവ് വീക്ക്, ഡേ ആൻഡ് ഇയർ ആൻഡ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് ടോപ്പിക് കോപ്പറേറ്റീവ് വാല്യൂസ്. കോപ്പറേറ്റീവ് വാല്യൂസിൽ മെയിനായും 6 കാര്യങ്ങളാണ് പറയുന്നത്. സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഇക്വാലിറ്റി, ഇക്വിറ്റി ആൻഡ് സോളിഡാരിറ്റി. ആദ്യത്തേത് നമുക്ക് നോക്കാം. സെൽഫ് ഹെൽപ്പ്. Encouraging all within the organization to help each other by working together to gain benefits. Helping people to help themselves. അതായത് ബെനിഫിറ്റ്സ് കിട്ടുന്നതിനായി എല്ലാവരും പരസ്പരം സഹായിച്ച് ഒന്നിച്ച് പ്രവർത്തിക്കുക. അതാണ് സെൽഫ് ഹെൽപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സെൽഫ് റെസ്പോൺസിബിലിറ്റി. To take responsibility for an answer to our actions. Cooperatives are accountable to members. പ്രവർത്തനങ്ങൾക്ക് മറുപടി കൊടുക്കാൻ എപ്പോഴും ബാധ്യസ്ഥരായിരിക്കണം. അതുപോലെ തന്നെ കോപ്പറേറ്റീവ്സിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കേണ്ടത് മെമ്പേഴ്സിനോടാണ്. അടുത്ത കോപ്പറേറ്റീവ് വാല്യൂ ആണ് ഡെമോക്രസി. ഈച്ച് കോപ്പറേറ്റീവ് മെമ്പർ ഹാസ് 1 വോട്ട്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ മെമ്പറിന് 1 വോട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ ആണ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇക്വാലിറ്റി. ഡെമോക്രസി എൻഷുവേഴ്സ് ഇക്വാലിറ്റി ഫോർ ഓൾ കോപ്പറേറ്റീവ് മെമ്പേഴ്സ്. ഇപ്പൊ നമ്മൾ ഡെമോക്രസിയിൽ പറഞ്ഞു ഈച്ച് കോപ്പറേറ്റീവ് മെമ്പർ ഹാസ് 1 വോട്ട്. ഒരു മെമ്പറിന് 1 വോട്ട് ഉള്ളൂ എന്നതുകൊണ്ട് തന്നെ വലുത് ചെറുത് എന്നൊരു വ്യത്യാസം അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോ ഇക്വാലിറ്റി ഉണ്ടാകുന്നു അവിടെ. ഡെമോക്രസി എൻഷുവേഴ്സ് ഇക്വാലിറ്റി ഫോർ ഓൾ കോപ്പറേറ്റീവ് മെമ്പേഴ്സ്. എല്ലാ കോപ്പറേറ്റീവ് മെമ്പേഴ്സും ഒരുപോലെ തന്നെയാണ്. അടുത്തത് ഇക്വിറ്റി. മെമ്പേഴ്സ് ഹാവ് ഓണർഷിപ്പ് ഇൻ ദ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം മെമ്പേഴ്സ് ആണ് അതിന്റെ ഓണേഴ്സ്. അതാണ് ഇക്വിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, സോളിഡാരിറ്റി. Partnering with other cooperatives and like-minded organizations benefits members. മെമ്പേഴ്സിന് പ്രയോജനം ലഭിക്കത്തക്ക വിധം മറ്റ് കോപ്പറേറ്റീവ്സ് ഓർഗനൈസേഷൻസുമായി
പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുക. വേറൊരു തരത്തിൽ പറഞ്ഞാൽ പൊതു താല്പര്യങ്ങളെ മുൻനിർത്തിയുള്ള ദൃഢ ഐക്യം. അതാണ് സോളിഡാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 6 കാര്യങ്ങളാണ് കോപ്പറേറ്റീവ് വാല്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഇക്വാലിറ്റി, ഇക്വിറ്റി ആൻഡ് സോളിഡാരിറ്റി. Cooperative Day. Cooperative Day celebration is started from 7 July 1923 by ICA. ICA ആണ് കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് 7 ജൂലൈ 1923 മുതൽ. ICA എന്താന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഫോറിൻ കോപ്പറേഷനിൽ നോക്കാം. ഈ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ നടക്കുന്നത് ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ. ജൂലൈ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ് കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ നടത്തുന്നത്. കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ ആരംഭിച്ചത് 1954 മുതലാണ്. 2019 66ാമത്തെ കോപ്പറേറ്റീവ് സെലിബ്രേഷൻ ആയിരുന്നു. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥമാണ് നവംബർ 14 തൊട്ട് നവംബർ 20 വരെയുള്ള 7 ദിവസം നമ്മൾ കോപ്പറേറ്റീവ് വീക്കായിട്ട് ആചരിക്കുന്നത്. അടുത്തതായി കോപ്പറേറ്റീവ് ഇയർ. ICA ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് 2012 ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേഷനായി ഡിക്ലെയർ ചെയ്തു. ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേഷൻ 2012. അടുത്തത് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് ഗവൺമെന്റ് മുൻകൈ എടുത്തിട്ടാണ്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ ആസ് എ സ്റ്റേറ്റ് പോളിസി ഓർ ഗവൺമെന്റ് പോളിസി. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളും കൂടി നമുക്ക് നോക്കാം. പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള വർഷങ്ങളാണ്. ഇനി നമ്മളത് അറിയാതെ പോകരുത്. ഡെക്കാൻ റയോട്ട് നടന്ന വർഷം 1874. 1874 ഡെക്കാൻ റയോട്ട് നടന്നത്. അഗ്രേറിയൻ റയോട്ട് നടന്ന വർഷം ഏതാ? 1875. 1875 അഗ്രേറിയൻ റയോട്ട്. അടുത്തത് ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് 1879 ആണ്. 1879. ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് അത് 1883 വന്നത്. ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് 1883. അഗ്രികൾച്ചറൽ ലോൺ ആക്ട് 1884. ആ 2 ആക്ടുകളൂടെ കൂടി ചേർന്ന് നമ്മൾ തക്കാവി ലോസ് എന്ന് പറയും. തക്കാവി ലോസ്. ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് 1883, അഗ്രികൾച്ചറൽ ലോൺ ആക്ട് 1884. അതിനെ 2നെ കൂടി ചേർന്ന് തക്കാവി ലോസ് എന്ന് പറയും. തക്കാവി ലോൺസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. Takavi loans was a short-term loan given to poor farmers to purchase seeds, fertilizers, equipments for agricultural purposes. Agricultural purpose-ന് വേണ്ടി ഫാമേഴ്സിന് കൊടുക്കുന്ന ഷോർട്ട് ടേം ലോണുകളെയാണ് തക്കാവി ലോൺസ് എന്ന് പറയുന്നത്. This was introduced to enhance productivity of crop cultivation and help poor farmers to increase their income. എന്തിനു വേണ്ടിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? പ്രൊഡക്ടിവിറ്റി, ക്രോപ്പ് കൾട്ടിവേഷന്റെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ ഫാമേഴ്സിന്റെ ഇൻകം ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയാണ് ഈ ലോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് കൊടുക്കുന്നത്, അതായത് ഈ ലോൺസ് അഡ്വാൻസ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അതുപോലെ തന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഈ ലോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് BP പട്ടേൽ ആണ്. തക്കാവി ലോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് BP പട്ടേലും അത് അഡ്വാൻസ് ചെയ്യുന്നത് ഗവൺമെന്റും ആണ്. ഇനി നമുക്ക് ഇന്ത്യയിൽ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എങ്ങനെയാണ് വന്നത് എന്നൊന്ന് നോക്കാം. 1892 മദ്രാസ് ഗവർണർ ആയിരുന്ന ലോർഡ് വെൻലോക്ക് കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കാനായി സർ ഫെഡറിക് നിക്കോൾസനെ യൂറോപ്യൻ കൺട്രിയിലോട്ട് അയക്കുകയാണ് ചെയ്തത്. സർ ഫെഡറിക് നിക്കോൾസൺ ചെന്നത് ജർമ്മനിയിലേക്കായിരുന്നു. അവിടെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുകയും അതിനനുസൃതമായി 1895 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. 3 ഭാഗമായിട്ടാണ് സർ ഫെഡറിക് നിക്കോൾസൺ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ആദ്യത്തേത്
ഫൈൻഡ് റെയ്ഫിൻസൺ എന്ന തലക്കെട്ടോടുകൂടി 1895 പിന്നീട് 1897, 1899 എന്നീ വർഷങ്ങളിലുമാണ് സബ്മിറ്റ് ചെയ്തത്. അതിനുശേഷം അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് കഴ്സൺ ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തു. കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട് 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് അദ്ദേഹം അപ്പോയിന്റ് ചെയ്തത്. എഡ്വേർഡ് ലോ ചെയർമാൻ ആയി നിയമിച്ച ആ കമ്മിറ്റിയിൽ അദ്ദേഹത്തെ കൂടാതെ സർ ഫ്രെഡറിക് നിക്കോൾസൺ, ഡ്യൂപ്പർനിക്സ് എന്നിവരും മെമ്പേഴ്സ് ആയിരുന്നു. ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നത്. ആ ബില്ല് പാസ് ചെയ്തത് 25 മാർച്ച് 1904 ഫാദർ ഓഫ് ഇന്ത്യൻ കോർപ്പറേഷൻ ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് സർ ഫ്രെഡറിക് നിക്കോൾസൺ. സർ ഫ്രെഡറിക് നിക്കോൾസൺ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോർപ്പറേഷൻ. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട്, ക്രിയേറ്റ് കോപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ്. ക്രിയേറ്റ് കോപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ്. ഇത് സർ ഫ്രെഡറിക് നിക്കോൾസന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയിലെ ഒരു മെമ്പർ ആയിരുന്നു ഡ്യൂപ്പർനിക്സ്. അദ്ദേഹം എഴുതിയ ഒരു ബുക്കാണ് പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ. പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ എന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് എച്ച് ഡ്യൂപ്പർനിക്സ് ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫെമൈൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്ത വർഷം നോക്കാം. ഫസ്റ്റ് ഫെമൈൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്ത വർഷം 1880 1901 ഫെമൈൻ കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഇവരുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റൂറൽ അഗ്രികൾച്ചറൽ ബാങ്ക്സ് ത്രൂ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻസ്. റെക്കമെൻഡേഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റൂറൽ അഗ്രികൾച്ചറൽ ബാങ്ക്സ് ത്രൂ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻസ്.